നമസ്കാരം, എൻ്റെ പേര് അനന്തൻ. വെൽക്കം ടു അനദർ വീഡിയോ. നൈഗ്ലേരിയ ഫൈലോറി അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഒരു മാസക്കാലമായിട്ട് 2-3 മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ അസുഖത്തെ പറ്റിയെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നൈഗ്ലേരിയ ഫൈലോറി എന്ന് പറയുന്നത് ഒരു അമീബിക് അസുഖമാണ്. ഇത് മെയിൻലി ഉണ്ടാവുന്നത് ഒരു കെട്ടിക്കിടക്കുന്ന ചെറിയ ചൂടായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഈ അമീബ മൂക്കിൽ കൂടെ കയറി ബ്രെയിനിലെത്തി പല രീതിയിലുള്ള സിംറ്റംസ്, അതായത് തലവേദന, പനി, ഛർദിൽ, തലകറക്കം, കൺഫ്യൂഷൻ, ഹാലൂസിനേഷൻ, സ്റ്റിഫ് നെക്ക്, അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുകയും ഗ്രാജുവലി അത് കോമ സ്റ്റേജിലെത്തുകയും മരണം സംഭവിക്കാനായിട്ടും കാരണമാകുന്നു. അപ്പോൾ ഇത് മെയിൻലി ഉണ്ടാവുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലം അത്യാവശ്യം വൃത്തിയുള്ളതാണോ എന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ക്ലോറിനേറ്റഡ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങാനായിട്ട്. പുഴകളിലും അങ്ങനത്തെ ഉള്ള ഏരിയകളിൽ കുളിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുപോലത്തുള്ള കെട്ടിക്കിടക്കുന്ന ഏരിയകളിൽ കുളിക്കുമ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അനന്തൻ. വെൽക്കം ടു അനദർ വീഡിയോ. നൈഗ്ലേരിയ ഫൈലോറി അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഒരു മാസക്കാലമായിട്ട് 2-3 മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ അസുഖത്തെ പറ്റിയെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നൈഗ്ലേരിയ ഫൈലോറി എന്ന് പറയുന്നത് ഒരു അമീബിക് അസുഖമാണ്. ഇത് മെയിൻലി ഉണ്ടാവുന്നത് ഒരു കെട്ടിക്കിടക്കുന്ന ചെറിയ ചൂടായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഈ അമീബ മൂക്കിൽ കൂടെ കയറി ബ്രെയിനിലെത്തി പല രീതിയിലുള്ള സിംറ്റംസ്, അതായത് തലവേദന, പനി, ഛർദിൽ, തലകറക്കം, കൺഫ്യൂഷൻ, ഹാലൂസിനേഷൻ, സ്റ്റിഫ് നെക്ക്, അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുകയും ഗ്രാജുവലി അത് കോമ സ്റ്റേജിലെത്തുകയും മരണം സംഭവിക്കാനായിട്ടും കാരണമാകുന്നു. അപ്പോൾ ഇത് മെയിൻലി ഉണ്ടാവുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലം അത്യാവശ്യം വൃത്തിയുള്ളതാണോ എന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ക്ലോറിനേറ്റഡ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങാനായിട്ട്. പുഴകളിലും അങ്ങനത്തെ ഉള്ള ഏരിയകളിൽ കുളിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുപോലത്തുള്ള കെട്ടിക്കിടക്കുന്ന ഏരിയകളിൽ കുളിക്കുമ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.